ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബോയിൽഡ് റൈസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അരി കഴുകണം. ഇതാ ഞാനിപ്പോൾ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഈ അരി 2 മണിക്കൂർ കുതിർത്തി വെക്കുക. ഇതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കന് ഫുള്ളില്ല, കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 12 പീസോളം വരും. നിങ്ങൾക്ക് വേണ്ടത്ര ചിക്കൻ എടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഈ ഒരു ചിക്കൻ അനുസരിച്ചിട്ടാണ് ഈ മസാലയെല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം പുതിന ഇടാം, പിന്നെ കുറച്ച് മല്ലിയില ഇടാം, പിന്നെ കുറച്ച് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനെല്ലാം ചെറിയ ചെറിയ പീസാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഇതൊരു ക്യൂബേ ഇടുന്നുള്ളൂ. ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് മതിയാകും. പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഇതന്നെ മതിയാകും. പിന്നെ ചേർക്കുന്നത് ഫുഡ് കളറാണ്. ഫുഡ് കളർ ഓപ്ഷനിലാണ്, വേണ്ടവർ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നന്നായി മിക്സ് ചെയ്യുക. ഞാനിതാ ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിന് കണക്കൊന്നും വേണ്ട, നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ബേ ലീഫ്, പട്ട, ഒരു ഡ്രൈ ലെമണ്, 2 ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളക്കാൻ വെക്കുക. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോഴാണ് ആ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ 2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം. ചിക്കൻ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ച അരിയെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വേവാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ചോറ് ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടണം. അപ്പോൾ ചിക്കൻ്റെ ഈ പാനിലേക്ക് തന്നെ ഊറ്റി വെച്ച ചോറ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോറെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് 5 പച്ചമുളകാണ്. ഈ 5 പച്ചമുളക് നമുക്ക് ഈ ചോറിലേക്ക് കുത്തിവെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ സ്റ്റീൽ കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചാർക്കോള് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് പുകയിക്കലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല പുക വരും. അപ്പോൾ തന്നെ അടിച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് മാറ്റാം. ഇനി ചോറ് നന്നായി മിക്സ് ചെയ്യുക. ചോറിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ കളർ ചേർത്തിനല്ലോ, അതുകൊണ്ട് ചോറിൽ ചേർത്തിട്ടില്ല. അത് രണ്ടും മിക്സ് ആകുമ്പോൾ
അതിൻ്റെ കളർ തന്നെ ചോറിലേക്കും പിടിച്ചോളും. അപ്പോൾ ഇതാ നമ്മളെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്തി റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.